ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓവനും ഗ്രില്ലും ഒന്നുമില്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു തന്തൂരി ചിക്കനാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിലോട്ട് പോയാലോ. ഇതിനു വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒന്നാകെയുള്ള ചിക്കനാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. കഴുകി എടുക്കുമ്പോൾ കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചിട്ട് കഴുകുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റുന്നതാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു പകുതി നാരങ്ങാ നീര് പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് മുക്കി വെക്കാം. ഇതൊരു 20 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഇതേമാതിരിയുള്ള തരിപ്പയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് വാർന്നു പോകുന്നതാണ്. ഇനി ഒരു പാത്രം എടുക്കാം. അതിലേക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂണ് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം. കസ്തൂരി മേത്തി ആദ്യം ഒരു ചീനച്ചട്ടിയിൽ ഒന്ന് മെല്ലെ ചൂടാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതേമാതിരി പൊടിച്ച് ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നതാണ്. ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് ചിക്കൻ മസാല, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ വൃത്തിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതിലേക്ക് ഈ മസാല നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ വശങ്ങളിലേക്കും മസാല തേച്ച് കൊടുക്കണേ. ഇതിൻ്റെ ഉള്ളിലേക്കും ഒക്കെ മസാല പുരട്ടി കൊടുക്കണം. അതേമാതിരി ചിക്കൻ ഒന്ന് നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം കേട്ടോ. എന്നാലാണ് മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കുക. ഇനി നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ടായിരുന്നേ. അത് അടച്ചു വെച്ച് ഒരു 4 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഒരു കുക്കർ അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ചിക്കനിൽ നിന്ന് വന്നിരിക്കുന്ന കുറച്ച് വെള്ളം കൂടി ഉണ്ടായിരുന്നു, അതുകൂടി കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ചിക്കൻ സാവകാശം കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം മൂടി വെക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് 1 വിസിലും പിന്നീട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് 2 വിസിലും, അങ്ങനെ 3 വിസിലാണ് അടിച്ചെടുത്തിരിക്കുന്നത്. അതിനുശേഷം ആവിയൊക്കെ പോയ ശേഷം തുറന്നു നോക്കാം. എന്നിട്ട് ഒരു പാന് അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇത് നമുക്ക് 2 വശവും മൊരിയിപ്പിച്ചെടുക്കാം. ഈ മൊരിയിപ്പിച്ചെടുക്കുന്ന സമയത്ത് തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മൊരിയിപ്പിച്ചെടുക്കുക. അതേമാതിരി ഇത് മറിച്ചിടുമ്പോഴും സാവകാശം 2 കയ്യിൽ വെച്ചിട്ട് മറിച്ചിടാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും ചിലപ്പോൾ. 2 വശം മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ സൈഡും ഒന്ന് സാവകാശം ചെരിച്ചു കൊടുത്ത് ഒന്ന് മൊരിയിപ്പിച്ചെടുക്കണം. വളരെ സാവകാശം ചെയ്തിട്ട് വേണം ഇത് ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ. ഞാനിവിടെ ചിക്കൻ വേവിക്കുമ്പോൾ വന്നിരിക്കുന്ന ഗ്രേവി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് എല്ലാ വശങ്ങളിലേക്കും ആകത്തക്ക രീതിയിൽ 1 സ്പൂൺ ഉപയോഗിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.
പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.